അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേരളത്തിലെ മുസ്ലിം സഭകളുടെ ചരിത്രത്തെയാണ് ഇവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്. കേരള മുസ്ലിം ചരിത്രം കഴിഞ്ഞ ഒരു 150 വർഷത്തെ വിലയിരുത്തുമ്പോൾ കൃത്യമായിട്ട് ചില ഭാഗങ്ങൾ ബോധപൂർവം അവഗണിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിലാണ് നിലവിലുള്ള ഗവേഷണങ്ങൾ എത്തി നിൽക്കുന്നത്. 1920-കൾക്ക് ശേഷം കേരളത്തിൽ ഐക്യസംഘം ഉണ്ടാക്കിയെടുത്ത ഉണർവാണ് കേരള മുസ്ലിമീങ്ങളെ മുന്നോട്ട് നയിച്ചത് എന്നുള്ള ഒരു പരികൽപ്പനയെ കഴിഞ്ഞ കാലങ്ങളിൽ നന്നായി ചോദ്യം ചെയ്യപ്പെടുകയും തുടർന്ന് പാരമ്പര്യ മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ കൃത്യമായിട്ട് ആധുനികതയോട് കൂടെ നടക്കുന്ന, ആധുനികതയേക്കാൾ ഒരുപക്ഷെ കൂടുതലായി ചിന്തിച്ചിരുന്ന ഒരു പ്രവണത കാണാൻ സാധിക്കും എന്നുള്ള തരത്തിലേക്കുള്ള നിഗമനങ്ങൾ എത്തി നിൽക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല കേരളത്തിലെ മുസ്ലിം സഭകളുടെ ചരിത്രമാണ്. ഒരുപക്ഷെ 1850-കൾക്ക് ശേഷം കേരളത്തിലെ സാമൂഹിക മുന്നേറ്റങ്ങളിൽ, നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ പാരമ്പര്യ മുസ്ലിമീങ്ങളുടെ ഇത്തരം മുസ്ലിം സഭകളുടെ ഇടപെടലുകളെക്കുറിച്ച് വേണ്ട വിധത്തിലുള്ള വായനകൾ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരം തന്നെയാണ്. ഒരുപക്ഷെ കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന, പ്രവർത്തിച്ചിരുന്ന മുസ്ലിം സഭകളെ നമുക്ക് നാമങ്ങൾ കൊണ്ട് പരിചിതമായിരിക്കാമെങ്കിലും അതേസമയം അവ മുന്നോട്ട് വച്ചിരുന്ന പ്രവർത്തന മേഖലയും സമൂഹത്തിലെ അവ ഉണ്ടാക്കിയിരുന്ന സ്വാധീനങ്ങളും എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ ഇപ്പോഴും ബോധവാന്മാരല്ല എന്നാണ് മനസ്സിലാവുന്നത്. ഇൻഷാ അല്ലാഹ് ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു ശൂന്യത സൃഷ്ടിച്ചതിൻ്റെ പിന്നിലുള്ള താല്പര്യങ്ങളെ, രാഷ്ട്രീയത്തെ, അതിൻ്റെ ഉൾക്കള്ളികളെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് തുടങ്ങാമെന്ന് തോന്നുന്നു. ഉബൈർ ഉസ്താദ് അതിനെക്കുറിച്ച് സംസാരിക്കും. കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒരു 100 ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലാണ്, അഥവാ 1922-ൽ നവോത്ഥാനത്തിൻ്റെ ഒരു 100 എന്ന പേരിൽ ഐക്യസംഘത്തിൻ്റെ 100-ാം വാർഷികം ആഘോഷിച്ചു പോന്നു. അതിനോടനുബന്ധിച്ച് കേരളീയ മുസ്ലിം സാഹചര്യത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു സ്റ്റീരിയോ ടൈപ്പ് ഹിസ്റ്ററി ഉണ്ട്. അഥവാ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം സംഘടന, പണ്ഡിത കൂട്ടായ്മ എന്നൊക്കെ പറയുന്നത് ഐക്യസംഘമാണ്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായത്. അതിനു മുമ്പ് മുസ്ലിങ്ങൾ അസംഘടിതരായിരുന്നു, അനൈക്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർക്കിടയിൽ വിദ്യാഭ്യാസ ക്രമങ്ങൾ വേണ്ടത്ര ഉണ്ടായിരുന്നില്ല, സ്ത്രീ വിദ്യാഭ്യാസം തീരെ ഉണ്ടായിരുന്നില്ല, തുടങ്ങിയ ധാരാളം പ്രത്യാരോപണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതൊന്നും അല്ല വസ്തുത എന്നുള്ളതാണ് കേരളീയ മുസ്ലിം ചരിത്രത്തെക്കുറിച്ചൊരു ഹ്രസ്വ വായന നടത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നത്. ആദ്യമായി ഞാനൊരു 1890 ഡിസംബർ 2 പ്രസിദ്ധീകൃതമായ മലയാള മനോരമയിലെ ഒരു വാർത്തയാണ് ഞാനിവിടെ വായിക്കുന്നത്. അതിങ്ങനെയാണ്: മുസ്ലിം സഭ മുസ്ലിമുകളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി തങ്ങളുടെ ഉത്സാഹത്തിന്മേൽ കോഴിക്കോട്ട് ഒരു മുസ്ലിം സഭ ഏർപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ സമുദായങ്ങളിലും അഭിവൃദ്ധിക്ക് വേണ്ടി സംഘടനകൾ സ്ഥാപിക്കുന്ന ഈ കാലത്ത് മുസ്ലിം സമുദായ സംഘടന അല്ലെങ്കിൽ സഭ സ്വാഗതാർഹം തന്നെ. സഭ നിലനിന്നു കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അഥവാ 1890 ഡിസംബർ 2 വാർത്തയാണിത്. അതിൽ പറയുന്നത് ഞങ്ങളൊരു സംഘടന രൂപീകരിക്കുകയാണെന്ന്. അനൈക്യമാണ് പലപ്പോഴും മുസ്ലിം സംഘടനകൾ, അതിൻ്റെ അനുരഞ്ജനമാണ്. അത് ശരിക്കും അതൊരു കേരള മുസ്ലിം കമ്മ്യൂണിറ്റിയെ കൊച്ചാക്കുന്ന ഒരു വായന കൂടിയാണ്. അത്രയും അനൈക്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള രൂപത്തിലുള്ളൊരു വായന. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്രിസ്ത്യൻ മിഷനറികൾ 1800-കളുടെ തുടക്കത്തിൽ തന്നെ പല സംഘടനകളും ചർച്ച് മിഷനുകളും അവരുടെ മിഷനറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള കൂട്ടായ്മകളൊക്കെ രൂപീകരിക്കുന്നുണ്ട്. അത് ഒരു വെസ്റ്റേൺ കൺസെപ്റ്റ് ആയിരിക്കാം ഒരു പക്ഷേ. പിന്നീട് 1850-കൾക്ക് ശേഷം, അഥവാ ഇന്ന് നമ്മൾ 100 ആഘോഷിക്കുമ്പോൾ അതിൻ്റെയും എത്രയോ വർഷങ്ങൾക്ക്, ഒരു 10-75 വർഷങ്ങൾക്ക് മുമ്പാണ് കേരളത്തിൽ അത്തരമുള്ള മുസ്ലിം സംഘടനകളുടെ ഒരു ആവിർഭാവം ഉണ്ടാകുന്നത്.
അതേക്കുറിച്ച് കുറച്ചും കൂടി വായനകൾ ആവശ്യമുള്ള ഒരു മേഖലയാണ്. പിന്നീട് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ധാരാളം സംഘടനകൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അവയുടെയൊക്കെ പ്രധാനമായ അന്നത്തെ സംഘടനകളുടെ ഒരു അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് മിഷണറി വർക്കുകളാണ്. അതിൽപ്പെട്ട ഒന്നാണ് ആര്യ സമാജം എന്ന് പറയുന്നത്. ഈ ആര്യ സമാജം 880-കളിലോ മറ്റോ ഒക്കെ, അല്ലെങ്കിൽ അതിനോടനുബന്ധമായ പല സംഘടനകളുണ്ട്, മതപരിവർത്തനത്തിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്. ശുദ്ധി പ്രസ്ഥാനം എന്ന് പറയും. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിലാണ് ഈ ശുദ്ധി പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അവര് കൺവേർഷന് വേണ്ടിയിട്ട് മലബാറിലേക്ക് ധാരാളം കടന്നു വരുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങൾ വളരെ വ്യാപകമാകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വലിയൊരു പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് സർക്കാരിന് അപ്പോഴേക്കും ഒരു സ്ഥായി ഭാവം, ഒരു വ്യവസ്ഥാപിതമായ സിസ്റ്റമാറ്റിക് ഘടന രൂപപ്പെട്ടിരുന്നു. അപ്പൊ അതിനോടൊക്കെ സമരസപ്പെട്ടു പോവുക എന്നുള്ള രൂപത്തിലാണ് ഈ സംഘടനകൾ വരുന്നത്. അങ്ങനെയാണ് 1889 ഹിമായത്തുൽ ഇസ്ലാം സഭ കോഴിക്കോട് രൂപീകൃതമാകുന്നത്. അതേക്കുറിച്ചുള്ള വാർത്തയാണ് ഞാൻ ഇപ്പോൾ വായിച്ചത്. വളരെ കൃത്യമാണ് അതിൻ്റെ ലക്ഷ്യം എന്താണ്. അന്ന് അവർ നടത്തിയിരുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതേക്കുറിച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോൾ. അതുപോലെ തന്നെ ഇവർക്ക് കീഴിൽ വിദ്യാഭ്യാസ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്, സാംസ്കാരിക സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടും, സെമിനാറുകൾ പോലും ആ പേരിൽ തന്നെ, ലെക്ചർ എന്നൊക്കെയുള്ള പല പേരുകളിട്ട് തന്നെ നടക്കുന്നതും അതിനോടനുബന്ധമായി പ്രസിദ്ധീകരിക്കപ്പെട്ട അറബി മലയാളത്തിലുള്ള ടെക്സ്റ്റുകളും പുസ്തകങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് കേരളത്തിലെ മുസ്ലിങ്ങളുടെ സംഘടനകൾ ആദ്യമായി രൂപപ്പെടുന്നത് എന്നാണ് പറയാനുള്ളത്. യഥാർത്ഥത്തിൽ കേരളത്തിലെ സമസ്തയുടെ പിറവി പോലും ഐക്യസംഘത്തോടുള്ള ഒരു പ്രതിരോധം മാത്രമാണ് എന്ന തരത്തിൽ നമുക്കുള്ളിൽ പോലും സജീവമായി കിടക്കുന്ന ഒരു ചിന്തയെ തിരുത്താൻ മാത്രം പോകുന്നതാണ് സഭകളെക്കുറിച്ചുള്ള വായനകൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അതേ സമയത്ത് തന്നെ ഇന്ന് ഒരു നൂറ്റാണ്ട് പിറകിലേക്ക് ചിന്തിക്കുമ്പോൾ അക്കാലഘട്ടത്തിലെ അധിനിവേശ ഭരണകൂടമായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ഇടപെട്ടുകൊണ്ട് നടത്തുന്ന സഭകൾ, അതിൻ്റെ ഒരു ഡിപ്ലോമാറ്റിക് സ്വഭാവം നമ്മൾ വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കണം. കാരണം ഈ സഭകളൊക്കെ വരുന്ന ഒരു പശ്ചാത്തലം കൂടി പരിഗണിക്കുമ്പോൾ ഉസ്താദ് എനിക്ക് തോന്നുന്നു അത് കൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന തോന്നുന്നത്. അതിൻ്റെ ഒരു വിശാലമായിട്ടുള്ള ഒരു സമയം, മലബാർ സമരങ്ങൾ, ഇവിടുത്തെ അരക്ഷിതാവസ്ഥ, ആ സമയത്ത് മുസ്ലിമുകൾ കൃത്യമായിട്ടുള്ള ലീഡർഷിപ്പ് നൽകുന്നതിൽ, അവർക്ക് സമാശ്വാസം പകരുന്നതിൽ ഇത്തരം സഭകളുടെ ഇടപെടലുകൾ വളരെ കൃത്യമായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും മഞ്ചേരിയിലുണ്ടായിരുന്ന മുസ്ലിം സഭ ചെയ്യുന്നത് കുടിയാന്മാർക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് അത് കൃത്യമായി ബോധിപ്പിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന മലബാർ സമരത്തിൽ പിന്നെ അതിൽ ദുരിതം അനുഭവിക്കുന്ന മാപ്പിളമാർക്ക് കൃത്യമായിട്ട് ദുരിതാശ്വാസങ്ങൾ, അതിനുവേണ്ടിയുള്ള ഫണ്ട് കളക്ഷനൊക്കെ കൃത്യമായിട്ട് ഇവിടെ നടക്കുന്നുമുണ്ട്. ആ തരത്തിൽ ഒരു സമൂഹം എന്ന നിലയിൽ മുസ്ലിമീങ്ങൾ എന്നതിനും അപ്പുറത്തേക്ക് മതസൗഹാർദ്ദത്തിനടക്കം കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ടേയിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് തന്നെ ഇത്തരം സഭകൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെ കുറച്ചുകൂടി ഉദാഹരണങ്ങളിലൂടെ ഉസ്താദ് വ്യക്തമാക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ 1830 മുതൽ മലബാർ സമരങ്ങളുടെ കാലമാണ്. ചെറൂർ പട, മുട്ടിച്ചിറ പട, മണ്ണാർക്കാട്, ഇങ്ങനെ ധാരാളം ലഹളകൾ നടക്കുന്നുണ്ട്. 1921 അതിനൊരു സമാപനം എന്നുള്ള രൂപത്തിലുള്ള വലിയ രൂപത്തിലുള്ള സമരങ്ങൾ നടക്കുന്നത്. അപ്പോൾ ആ കാലത്തോടാണ് ശരിക്കും സഭകൾ അഡ്രസ്സ് ചെയ്യുന്നത്, അവരെ അഭിമുഖീകരിക്കുന്നത്. അതുപോലെ തന്നെ 857 ശേഷം നമ്മൾ കാണേണ്ട ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് ആയ നല്ല ഒരു ഭരണകൂടം, വ്യവസ്ഥാപിതമായ ഒരു ഭരണകൂടം നിലവിൽ വന്നിട്ടുണ്ട്. ക്വീൻസ് പ്രൊക്ലമേഷൻ 1857 നവംബർ 1 അന്ന് ഇന്ത്യയിലുള്ള എല്ലാ ഭാഗങ്ങളുടെയും ഭരണ അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്തു എന്നാണ് ആ ക്വീൻസ് പ്രൊക്ലമേഷനിൽ പറയുന്നത്. അതിനു മുമ്പൊക്കെ സാമന്ത രാജ്യങ്ങളോ മറ്റു ചെറിയ ചെറിയ നാടുവാഴികളോ മറ്റൊക്കെയാണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർക്ക് ആധിപത്യമുള്ള ഒരു ഘടനയാണെങ്കിൽ പോലും വ്യവസ്ഥാപിതമായ ഒരു സംവിധാനത്തിലേക്ക് വരുന്നത് 1857 ആ ഒരു യാഥാർത്ഥ്യത്തെ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ പോലും അംഗീകരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. 1805
ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലഹിയുടെ നേതൃത്വത്തിലുള്ള നികുതി നിഷേധ പ്രസ്ഥാനം ഉണ്ടാകുന്നത്. 1805 ടിപ്പു 1799 കൊല്ലപ്പെടുന്നു. പിന്നീട് ബ്രിട്ടീഷുകാർ അധികാരമേൽക്കുന്നു. ആ കാലത്തിന്റെ തുടക്കത്തിലാണ് ഉമർ ഖാദിയുടെ ഒരു പ്രക്ഷോഭം വരുന്നത്. പിന്നീട് ബഹുമാനപ്പെട്ട ഒരു വഫാത്ത് 1857 ഈ ക്വീൻസ് പ്രൊക്ലമേഷൻ നടക്കുന്ന ഒരു കാലത്താണെന്ന് മനസ്സിലാവും. അപ്പൊ അതിന് മുമ്പൊക്കെ ഉള്ള വർഷങ്ങളിൽ തന്നെ വളരെ കൃത്യമായി ഒരു സ്ഥിരമായ സംവിധാനം വരുന്നുണ്ട്. ആ സംവിധാനത്തെ ഉമർ ഖാദി പോലും അംഗീകരിച്ചിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വസ്തുതയെ ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് ഖാദിയായി നിയമിക്കപ്പെട്ട വ്യക്തിക്ക് ഉമർ ഖാദി തങ്ങൾ എഴുതുന്ന ഒരു കത്തുണ്ട്. സർക്കാരിനാൽ നിയമിതനായ ഖാദി എന്നാണ് ഉമർ ഖാദി തങ്ങളുടെ വരിയിൽ കവിതയിൽ മഹാനവറുകൾ പറയുന്നത്. അപ്പോൾ ആ സർക്കാരിനാൽ നിയമിതനായ ഖാദിയെ അഭിനന്ദിക്കുമ്പോൾ സ്വാഭാവികമായും സർക്കാർ എന്നുള്ളൊരു വ്യവസ്ഥയിലേക്ക്, ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്നുള്ളൊരു വ്യവസ്ഥയിലേക്ക് മഹാനവറുകൾ അതിനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് പിന്നീട് സഭകളുടെ പ്രവർത്തനം വരുന്നത്. സഭകളുടെ നമ്മുടെ തുടക്കം 899, 90 അല്ലെങ്കിൽ 1900 എന്നൊക്കെയുള്ളതാണ് കാലം. അന്ന് സഭകളുടെ ഒക്കെ മിനിറ്റ്സിൽ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ 1894 ലഹള നടന്നിട്ടുണ്ട്. അപ്പൊ ആ ലഹളയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മിക്ക സഭകളുടെയും അതിൻ്റെ പുനരുദ്ധാരണം അല്ലെങ്കിൽ അവർക്കുള്ള ആശ്വാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഭകൾ ചർച്ച ചെയ്യുന്നുണ്ട്. മാത്രമല്ല, തുർക്കി ഖിലാഫത്തിനോട് അതിനോടൊരു ആഭിമുഖ്യം, ഇപ്പോൾ വരക്കൽ മുല്ലക്കോയ തങ്ങളെക്കുറിച്ച് സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്നല്ലോ, മഹാനവറുകൾ ഒരു ബ്രിട്ടീഷ് അനുകൂലിയാണ് അല്ലെങ്കിൽ ഖിലാഫത്ത് വിരുദ്ധനാണ് എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബഹുമാനപ്പെട്ടവർ തന്നെയാണ് 1923 കോഴിക്കോട് നടക്കുന്ന ഖിലാഫത്ത് പ്രക്ഷോഭത്തിന്റെ അല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ യോഗാധ്യക്ഷനായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുമ്പോഴാണ് കാലത്തെ ഓരോ ചരിത്രത്തെയും വായിക്കേണ്ടത് അത് കാലവുമായിട്ട് ചേർത്തിട്ടാണ്. അല്ലാത്ത വായനകൾ പലപ്പോഴും അസ്ഥാനത്താവും, അത് നിഷേധാത്മകമാവും. അങ്ങനെ ആ കാലത്ത് ബഹുമാനപ്പെട്ടവര് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ യോഗവുമായി ബന്ധപ്പെട്ട അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് സഭയുടെ കാര്യങ്ങളും വരുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഉലമ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ മനസ്സിലാക്കിയെടുത്ത് തന്നെ ഉലമ എന്നുള്ളത് ഒരിക്കലും വിശ്വാസികളെ അരക്ഷിതാവസ്ഥയിലേക്ക് വലിച്ചേക്കുന്ന ഒരു സംവിധാനമല്ല. കൃത്യമായിട്ട് വിശ്വാസികളെ അവരുടെ ആരാധനകൾക്ക് സ്വാതന്ത്ര്യം ലഭ്യമാകുന്ന, അവർക്ക് സ്വൈര്യപൂർവ്വം അവരുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധ്യമാകുന്ന ഒരു സാഹചര്യത്തെ മുന്നോട്ട് വെക്കുക, വിഭാവനം ചെയ്യുക എന്നുള്ളത് ഉലമാക്കൾ കൃത്യമായിട്ട് നിർവഹിച്ചു പോന്നിരുന്ന ഒരു ദൗത്യം കൂടിയാണ്. അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഉമർ ഖാദി തങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമർ ഖാദി തങ്ങളെ പരാമർശിച്ചു എന്ന നിലയിൽ നിലവിൽ കേരളത്തിലെ ചില മുസ്ലിം പ്രസ്ഥാനങ്ങൾ ബഹുമാനപ്പെട്ട ഫളിൽ തങ്ങളെ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ പാൻ ഇസ്ലാമിസത്തിൻ്റെ കേരളത്തിലെ വക്താവായിട്ടൊക്കെ അവതരിപ്പിക്കാറുണ്ട്. എത്രത്തോളം ചരിത്രപരമായിട്ട് അതിന് അടിസ്ഥാനമുണ്ട് എന്നുള്ളത് അവർക്ക് തന്നെ അതിൽ സംശയമുണ്ട് എന്നാണ് തോന്നിപ്പോവാറുള്ളത്. അവർ അതിന് യാതൊരു വിധത്തിലുള്ള റെഫറൻസോ എന്താണ് ആ വാദത്തിൻ്റെ ഒരു അടിസ്ഥാനമെന്നോ മുന്നോട്ട് വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇനി ഇത്തരം സഭകളുടെ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. ഇത്തരം സഭകൾ കേവലം ഇന്ത്യയിലോ കേരളത്തിലോ ഒതുങ്ങി നിന്നിരുന്ന ഒന്നല്ല, മറിച്ച് അതേ കാലത്ത് തന്നെ നമുക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ഇത്തരം മുന്നേറ്റങ്ങളായിട്ട് കൃത്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ടായിരുന്നു, സമ്പർക്കങ്ങളുണ്ടായിരുന്നു എന്നുള്ളത് മൗനത്തുൽ ഇസ്ലാമി സഭയൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മൗനത്തുൽ ഇസ്ലാം സഭയ്ക്ക് വലിയ ഒരു സ്വാധീനമുണ്ടായിരുന്ന, ഒരു മാതൃക ഉണ്ടായിരുന്നത് യൂറോപ്പിൽ വർക്ക് ചെയ്തിരുന്ന ഒരു മുസ്ലിം സഭയാണ്. അതിനെക്കുറിച്ച് ഉസ്താദ് സംസാരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആഗോളപരമായ പല ലക്ഷ്യങ്ങളും അതിൽ ഹിമായത്തുൽ ഇസ്ലാം സഭയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രധാന ലക്ഷ്യമാണ് ഹജ്ജ് കർമ്മത്തിന് സഹായിക്കുക എന്നുള്ളത്. ഇന്ന് ഹജ്ജ് കമ്മിറ്റി ഉണ്ട്, മറ്റു പ്രൈവറ്റ് ഗ്രൂപ്പുകളുണ്ട്. അന്ന് ആ ദൗത്യം ഏറ്റെടുത്തിരുന്നത് ഒരർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ട ദൗത്യങ്ങൾ പോലും ഏറ്റെടുത്ത് കൃത്യമായിട്ട് ഇടപെടുന്ന രീതി. അതെ, അതന്ന് ഹിമായത്തുൽ ഇസ്ലാം സഭയാണ് ഏറ്റെടുത്തത്. അതിനുള്ള ഇപ്പം നമ്മൾ കേട്ട ഒരു ചരിത്രമുണ്ട്. പലപ്പോഴും കോഴിക്കോട്ട് നിന്ന് പായക്കപ്പലിൽ ബോംബെയിലേക്കാണ് പോയിരുന്നത് എന്നാണ്. ശരിക്ക് അങ്ങനെയല്ല. 890 മുതൽ ഏകദേശം 920 വരെയുള്ള കാലഘട്ടത്തിൽ കോഴിക്കോട് നിന്ന് കപ്പൽ കയറി പോകുന്നത് കൊൽക്കത്തയിലേക്കാണ്. ബംഗാൾ ഉൾക്കടലിലൂടെ സഞ്ചരിച്ചിട്ടാണ് ഹജ്ജിന് പോകുന്നത്. അതിൻ്റെ ത്യാഗം ഒന്നുകൂടി കൂടുതലായിരിക്കും. ഒന്നുകിൽ കോഴിക്കോട് നിന്ന് ബോംബെക്ക് പോവുക, അതാണ് നമ്മൾ പൊതുവെ വായിക്കപ്പെടാറുള്ളത്. കോഴിക്കോട് നിന്ന് ബോംബെക്ക് പോവുക, അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ കറാച്ചി പോയിട്ടാണ് പിന്നെ കപ്പൽ മാർഗം പോവുക. ഇത് ബംഗാളിലേക്ക് കൂടി പോകുന്ന ഒരു സംഭവമുണ്ട്.
ആ ഒരു വായന ബംഗാളുമായിട്ടുള്ള കേരളത്തിൻ്റെ ബന്ധം ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് വായിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, തികച്ചും യാഥാസ്ഥികർ എന്ന് പറയുന്ന ഒരു പണ്ഡിത വിഭാഗമാണ്. അഥവാ ഇന്ന് യാഥാസ്ഥികം എന്ന് മുദ്ര കുത്തുന്ന ഒരു പണ്ഡിതന്മാരുടെ നിരയാണ് ഇത്തരത്തിലുള്ള സഭകൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ്. ഹിദായത്തുൽ മുസ്ലിമീൻ സഭ, അത് മലപ്പുറം കുഞ്ഞിത്തങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. നാലകത്ത് മരക്കാരുട്ടി മുസ്ലിയാരെ പോലെയുള്ള തേജുൽ ഫുത്തുഹിന്റെ മുസന്നിഫ്, അങ്ങനെയുള്ള യാഥാസ്ഥികർ എന്ന് പലപ്പോഴും പറയുന്ന പണ്ഡിതന്മാരാണ് അത്രയും പുരോഗമനപരമായ നിലപാടുകൾക്ക്. പിന്നെ നേരത്തെ ജമാലുദ്ദീൻ അഫ്ഗാനിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം പറഞ്ഞു, തികച്ചും വസ്തുതാവിരുദ്ധമാണ്. ഇതുവരെയും ജമാലുദ്ദീൻ അഫ്ഗാനിയുമായി മമ്പ്രന്തങ്ങൾക്ക് ബന്ധമുണ്ട് എന്ന് പറയുന്ന ഒരാൾ പോലും അതിന് രേഖ ഉദ്ധരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് നമ്മൾ സത്താർമാഷ പുസ്തകത്തിൽ കാണാം, റഹ്മത്തുള്ള മഗ്രിബിയുടെ ലേഖനങ്ങളിൽ കാണാം, മറ്റു പല ലേഖനങ്ങളിൽ ഇതൊക്കെ കാണാം. പുതിയ അടുത്തൊരു പുസ്തകം ജിദ്ദയിൽ പ്രകാശിതമായിട്ടുണ്ട് മമ്പ്രന്തങ്ങളെക്കുറിച്ചും ഫളൽത്തങ്ങളെക്കുറിച്ചും, അതിലൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ ഒന്നിൽ പോലും ഒരു രേഖയും ഉദ്ധരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ കൃത്രിമമായി പലപ്പോഴും ചരിത്രങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫളൽത്തങ്ങൾ എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോയി പിന്നെ മമ്പ്രന്തങ്ങളുടെ ആശയധാരയിൽ നിന്ന് വ്യതിചലിച്ച് മറ്റൊരു ആശയം സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റില്ല. അന്നും കേരളവുമായി നല്ല ബന്ധമുണ്ട്. ഹിമായത്തുൽ ഇസ്ലാം സഭയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് ഖാൻ ബഹദൂർ അറക്കൽ കോയട്ടി ഹാജി. അത് നേതൃത്വം സാരഥിയാണ്. അതുപോലെ തന്നെ അതിന്റെ മറ്റൊരു ഭാരവാഹിയാണ്, പ്രധാനപ്പെട്ട സ്ഥാപക പ്രസിഡന്റാണ് ഖാൻ ബഹദൂർ മുത്തുക്കോയത്തങ്ങൾ. അദ്ദേഹം പണ്ഡിതനാണ്, പ്രഥമ പ്രസിഡന്റാണ്. 889 രൂപീകൃതമായതിൽ 923 അദ്ദേഹം ഭരിക്കുന്നത് വരെ ഹിമായത്തുൽ ഇസ്ലാം സഭയുടെ പ്രസിഡന്റാണ് അദ്ദേഹം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്പ്രന്തങ്ങൾ ഫളൽത്തങ്ങൾ 16 വർഷമാണ് മക്കയിൽ താമസിച്ചത്. ആ 10 വർഷം ബഹുമാനപ്പെട്ട ഖാൻ ബഹദൂർ മുത്തുക്കോയത്തങ്ങൾ ഫളൽത്തങ്ങളെ കൂടെ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഫളൽത്തങ്ങൾ തുർക്കിയിലായ സമയത്ത്, മക്കയിലായ സമയത്തൊക്കെ ആത്മീയ രചനകൾ ധാരാളം എഴുതുന്നുണ്ട്. 905 തുർക്കിയിൽ നിന്ന് തന്നെ മമ്പ്രന്തങ്ങളുടെ ഒരു മൗലിദ് വിരചിയാകുന്നത്. ഫളൽത്തങ്ങളുടെ അവസാന കാലഘട്ടമാണത്. 900 അല്ലെങ്കിൽ 895 എന്നൊക്കെ പറഞ്ഞാൽ അവസാന കാലഘട്ടത്താണ്. അന്ന് തന്നെയും മമ്പ്രന്തങ്ങളുടെ ഒരു മൗലിദ് മഹാനവറുകൾ എഴുതണമെങ്കിൽ അത് എത്രത്തോളം പാരമ്പര്യധാരയോടാണ് അദ്ദേഹം ചേർന്ന് നിന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നേരത്തെ പറഞ്ഞു, ലിവർപൂളിലെ ഒരു ഷെയ്ഖിന്റെ സഭ, അവിടെ ഒരു പ്രത്യേക സഭയുണ്ട്, മുസ്ലിങ്ങളുടെ സംഘടന. ആ സംഘടനയെ ഉദ്ധരിച്ചുകൊണ്ടാണ് മഅൂനത്തുൽ ഇസ്ലാം സഭയുടെ യോഗം നടക്കുന്നുണ്ട്. അതിൽ സി സൈദാലിക്കുട്ടി മാസ്റ്റർ, അദ്ദേഹം വലിയ പ്രഗത്ഭനായ ഒരു പത്രപ്രവർത്തകനായിരുന്നു, പാരമ്പര്യത്തിന് ശക്തമായി വാദിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹമാണ് സലാഹുൽ ഇഖ്വാൻ എന്ന് പറയുന്ന ഒരു പത്രം അന്ന് പുറത്തിറക്കുന്നത്. ആ പത്രത്തിൽ എഴുതിയിരുന്നവർ എന്ന് പറഞ്ഞാൽ തികച്ചും പാരമ്പര്യ വിശ്വാസധാരയിലുള്ള പണ്ഡിതന്മാരായിരുന്നു. അതുപോലെ തന്നെ പൊന്നാനി മഅൂനത്തുൽ ഇസ്ലാം സഭ വരുന്നത് അവിടെയുള്ള വലിയ ജാറത്തുകൾ യോഗം ചേർന്നിട്ടാണ്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട മഖ്ദൂം കുഞ്ഞമ്പാവ മുസ്ലിയാരാണ്. അദ്ദേഹമാണ് അതിന്റെ പ്രസിഡന്റ്. അദ്ദേഹം നമ്മുടെ ഉസ്താദ്മാരുടെ സനദിൽ വരുന്ന പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ ഒരാളാണ്. ആത്മീയമായി ഇവർ ഈ കൊടികുത്ത് നേർച്ച, കുത്തുബിയത്ത്, മാലപ്പാട്ട് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന കുറെ യാഥാസ്ഥികമായ സിംബലുകൾ ഉണ്ടല്ലോ, അത് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ആളുകളാണ് ഈ കുഞ്ചമ്മ മുസ്ലിയാർ. എനിക്ക് തോന്നുന്നു മഅൂനത്തുൽ ഇസ്ലാം സഭയുടെ തന്നെ ഒരു പ്രമേയം, നമ്മൾ പാരമ്പര്യ മത വിദ്യാഭ്യാസത്തെ കുറച്ചുകൂടി നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്ന തരത്തിലൊരു പ്രമേയം പോലും ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. അത്ര പോലും പാരമ്പര്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവം അവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവരുടെ പ്രവർത്തനങ്ങളുടെ ഒരു അന്തർദേശീയതയുടെ മറ്റൊരു തല എനിക്ക് തോന്നുന്നത് 1912 ബാൽക്കൻ യുദ്ധത്തിലേക്ക്, അവിടെ അതിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇവിടുത്തെ സഭകൾ ധനം സ്വരൂപിച്ചിട്ട് അയക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ അലീഗർ 921 അലീഗറിന് വേണ്ടിയുള്ള പിരിവ്, അലീഗർ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി പിരിവ് കോഴിക്കോട് നടക്കുന്നുണ്ട്. അതും ഖാൻ ബഹദൂർ മുത്തുക്കോയത്തങ്ങൾക്ക് കീഴിലാണ്. ആ അർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോലും കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്താൽ സാമുദായികമായിട്ടുള്ള സമുദ്ധാരണത്തിന് വേണ്ടി, സാമുദായികമായിട്ടുള്ള മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഇത്തരം സഭകൾ അതിൻ്റെ നേതൃത്വത്തിൽ നിന്നിരുന്ന, നിലവിൽ
യാഥാസ്ഥിതികരെന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരർത്ഥത്തിൽ, എന്നാൽ യഥാർത്ഥത്തിലും മാപ്പിളമാരെ കൃത്യമായിട്ട് ദൈക്ഷണികമായി മുന്നോട്ട് നടത്തിയിരുന്ന ഈ പണ്ഡിതന്മാരുടെ, ഈ സയ്യിദന്മാരുടെ ഒരു ഇടപെടൽ നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഇംഗ്ലീഷ് മറിയുമ്മ എന്നറിയപ്പെട്ടിരുന്ന തലശ്ശേരിയിലെ ഒരു സ്ത്രീ മരണപ്പെട്ടപ്പോൾ കേരളത്തിലെ പാരമ്പര്യവാദികൾ സ്ത്രീ വിദ്യാഭ്യാസത്തിന്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് എന്നും ഒരു വിലങ്ങുതടിയായിരുന്നു എന്ന് വല്ലാതെ ആഘോഷിക്കപ്പെട്ടിരുന്നു. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും മികച്ച മറുപടി ഇത്തരത്തിലുള്ള സഭകളുടെ സംരംഭങ്ങൾ തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. സഭകൾക്ക് ഹിമായത്തുൽ ഇസ്ലാം സഭക്ക് 894 തന്നെ മദ്രസ ഉണ്ടാകുന്നുണ്ട്. മദ്രസ എന്ന് പറയുന്നത് പലപ്പോഴും മദ്രസയുടെ പേരിൽ മദ്രസയെ എതിർത്തിരുന്നവരാണ് പിന്നീട് ഇസ്ലാം മത വിദ്യാഭ്യാസമൊക്കെ ആരംഭിച്ച് മദ്രസകൾ വ്യാപകമാക്കിയത് എന്നുള്ളൊരു വിമർശനം സലഫികൾ പലപ്പോഴും ഉന്നയിക്കാറുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സലഫികളൊക്കെ മദ്രസയെക്കുറിച്ച് ആലോചിക്കുന്നത്, അവർ പ്രസ്ഥാനത്തെക്കുറിച്ച് തന്നെ ആലോചിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ മദ്രസകൾക്ക് സഭകളും മുസ്ലിം പണ്ഡിതന്മാരും നേതൃത്വം കൊടുത്തിട്ടുണ്ടെന്നാണ്. അന്ന് സഭ എന്ന് മാത്രമല്ല, സ്കൂളുകൾ, ആ സ്കൂളുകളിലേക്ക് പോലും മാപ്പിള വിദ്യാർത്ഥികൾക്ക്, ജനറൽ വിദ്യാർത്ഥികൾക്ക് ടെക്സ്റ്റ് ഉണ്ടാക്കിയിരുന്നത് പണ്ഡിതന്മാരാണ്. അതിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട തൈജീൽ ഫുത്തുഹിന്റെ മുസന്നിഫ് നാലകത്ത് മരക്കാരുട്ടി ഉസ്താദ്. ഉസ്താദ് അവർ ഹിദായത്തുൽ മുസ്ലിമീൻ സഭ മഞ്ചേരിയിൽ അവിടെ ടെക്സ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അത് ബ്രിട്ടീഷുകാരുമായിട്ട് ചേർന്നാണ് അന്ന് അത്തരം വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾ സാധ്യമാവുള്ളൂ. കാരണം ഓത്തുപള്ളികളാണ് അതിനു മുമ്പ്. ഈ ഓത്തുപള്ളികളിൽ സ്ത്രീ വിദ്യാഭ്യാസം നന്നായിട്ട് നടന്നിരുന്നു. സ്ത്രീകളായ ഉസ്താദമാർ ഓത്തുപള്ളിയിൽ അധ്യാപകരായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സമ്മേളനത്തിൽ അന്നത്തെ ഒരു ബ്രിട്ടീഷ് കലക്ടർ, സ്കൂൾ ഇൻസ്പെക്ടർ പി ബ്രൈത്ത് വൈറ്റ് അന്ന് സന്ദർശിച്ചിട്ട് പറയുന്ന ഒരു പ്രസ്താവന ഉണ്ട്. I was very glad of the privilege of visiting the premises and of meeting many members of the Sabha at a meeting in support of secular education to which the വലിയ തങ്ങൾ മോസ്, വലിയ തങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ വലിയ തങ്ങൾ ജാറം കേന്ദ്രീകരിച്ചിട്ടാണ് ഈ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിൽ ഉണ്ടായ മതപരവും സെക്കുലറുമായ വിദ്യാഭ്യാസത്തിന് ഇവർ നൽകുന്ന പ്രോത്സാഹനത്തെ പുകഴ്ത്തിയിട്ടാണ് അവർ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഖാൻ ബഹദൂർ മുത്തുക്കോയ തങ്ങൾ തയ്യാറാക്കിയ ഒരു പുസ്തകമുണ്ട് മദ്രസ വിദ്യാർത്ഥികൾ. അദ്ദേഹം ഒരു രചയിതാവ് കൂടിയാണ്. നമ്മൾ അതേക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട്. കാരണം അത്തരം ധാരാളം പണ്ഡിതന്മാർ നമ്മുടെ മുമ്പിലുണ്ട്. അവരാണ് ഈ സഭകളുടെയും മറ്റുമൊക്കെ അടിസ്ഥാനമായി വർത്തിച്ചത്. അതിൻ്റെ ഓരോ, എനിക്ക് തോന്നുന്നു കണ്ണൂരിലെ ദീനുൽ ഇസ്ലാം സഭ സ്വന്തമായിട്ട് 1890കളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ടെക്സ്റ്റ് ബുക്ക് സ്വന്തമായിട്ട് പ്രസിദ്ധീകരിച്ച ഒരു സംവിധാനമാണ്. ഇന്ന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് നമ്മളെതിരായിരുന്നു എന്ന് പറയുന്ന ഗവേഷകർക്ക് കൃത്യമായിട്ടുള്ള മറുപടി 1890കളിലുള്ള ഇത്തരം സഭകളുടെ ടെക്സ്റ്റ് ബുക്കുകൾ തന്നെയാണ്. ഇപ്പോഴും അതിൻ്റെ പകർപ്പുകൾ നമുക്ക് ലഭ്യമാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില ധാർഷ്ട്യങ്ങളെ നമ്മൾ ഏറ്റെടുക്കുന്നു എന്ന് ചിലപ്പോൾ തോന്നിപ്പോവാറുണ്ട്. അതിൽ പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു പണ്ഡിതനാണ് കണ്ണൂരിലെ കോയഞ്ഞിക്ക എന്ന് പറഞ്ഞത്. കേട്ടിട്ടുണ്ടാവും. എം എ ഉസ്താദ് കോയഞ്ഞിക്കയെ പരിചയപ്പെടുത്തുന്നുണ്ട് തൻ്റെ ഓർമ്മയുടെ ഏടുകളിൽ. ഉസ്താദിൻ്റെ ഒരു ഗുരുവായിട്ടാണ് കോയഞ്ഞിക്കയെ പറയുന്നത്. കോയഞ്ഞിക്ക എന്ന് പറഞ്ഞത് അന്ന് ഒരുപാട് മദ്രസകൾ ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹത്തിൻ്റെ മദ്രസയുടെ പേരാണ് മഅദനുൽ ഉലൂം. അതിൻ്റെ ഒരു ടെക്സ്റ്റ് ഇപ്പം എൻ്റെ സ്ക്രീനിലുണ്ട്. അപ്പോൾ അദ്ദേഹം ധാരാളം മദ്രസകൾ ഉണ്ടാക്കുന്നു, ഓരോ നാടുകളിലേക്കും സഞ്ചരിക്കുന്നു, അവിടെ മദ്രസകൾ ഉണ്ടാക്കുന്നു. അങ്ങനെ എം എ ഉസ്താദിനോട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളൊന്ന് പോയി നോക്കി മദ്രസകളിലൊക്കെ എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രചോദനം കൊടുക്കുന്നുണ്ട്. പിന്നീട് പിൽക്കാലത്ത് ഇന്ന് കാണുന്ന രൂപത്തിലുള്ള വ്യവസ്ഥാപിതമായ മദ്രസ പ്രസ്ഥാനത്തിന് ബീജാവാപം നൽകാൻ എം എ ഉസ്താദിന് അത് പ്രേരകമായി എന്നുള്ളതാണ്. അങ്ങനെ എം എ ഉസ്താദ് പലപ്പോഴും പല സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അതൊക്കെ കോയഞ്ഞിക്കയുടെ നേതൃത്വത്തിലാണ്. അതുപോലെ തന്നെ തിരൂരങ്ങാടിയിൽ ഹിദായത്തുൽ സുബ്യാൻ സംഘം എന്ന് പറയുന്ന വലിയൊരു ടീം ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ സമ്മേളനത്തിന്റെ പ്രൊസീഡിങ്സും അതിലെ അതിഥികളൊക്കെ വായിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കേരളത്തിൽ അന്നത്തെ ഉന്നതമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജമാൽ മുഹമ്മദ് കോളേജ് പോലെയുള്ള, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങൾ, ജാമിയ മില്ലിയ ഇസ്ലാമിയ പോലെയുള്ള സ്ഥാപനങ്ങളുടെ അധികാരികളാണ്, എച്ച്ഒഡികളും അവരുടെ കമ്മിറ്റി ഭാരവാഹികളൊക്കെയാണ് ഇത്തരം സമ്മേളനങ്ങളൊക്കെ പങ്കെടുക്കുന്നത്. അങ്ങനെയുള്ള ഒരു ആശയ കൈമാറ്റം അതിൽ ഒരു മുന്നിൽ നിന്ന് നയിച്ച പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട കോയഞ്ഞിക്ക എന്ന് പറയുന്നത്. കോയഞ്ഞിക്കയുടെ സവിശേഷത എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഖാദിരിയ തുരീഖത്തിന്റെ ഒരു ഷെയ്ഖോ അല്ലെങ്കിൽ മുരീദൊക്കെയാണ്. അദ്ദേഹം അവസാനം വസിയത്ത് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, എന്നെ മൗല ബുഖാരി തങ്ങളുടെ സമീപത്ത് മാറടക്കണം എന്ന്. അത്രത്തോളം തസൗഫ് പാരമ്പര്യത്തോട് ചേർന്നിരുന്ന പണ്ഡിതന്മാരാണ്. അതുപോലെ ഈ ഖാൻ ബഹദൂർ മുത്തുക്കോയ തങ്ങൾ, അതുപോലെ തന്നെ ഹിമായത്തുൽ ഇസ്ലാം സഭയുടെ നേതാവുണ്ട് കോയട്ടി ഹാജി, ഇങ്ങനെയുള്ള പലരും ഉണ്ട്. അവരും വസിയത്ത് ചെയ്ത ഒരു കാര്യമുണ്ട്, എന്നെ ഷെയ്ഖ് ജിഫ്രി തങ്ങളുടെ മക്കാമിന് ചാരയായിട്ട് മറടക്കണം.
അങ്ങനെ അദ്ദേഹം മരിച്ചപ്പോൾ പിന്നെ തർക്കാവാണ്, വസിയത്ത് അവിടെ മറടക്കണം എന്നാണ്. അതേസമയം അദ്ദേഹം അന്ന് കണ്ണമ്പറമ്പ് ഖബർസ്ഥാനുണ്ട്, ആ ഖബർസ്ഥാന് സ്ഥലമൊക്കെ കൊടുത്ത് അത് സംഭാവന ചെയ്ത് അങ്ങനെ ഒരു പൊതു ശ്മശാനം ഉണ്ടാക്കണം എന്ന് ചർച്ച കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം വഫാത്തായപ്പോൾ എന്നാൽ അദ്ദേഹത്തിന്റെ തന്നെ സ്ഥലം കൊടുത്തല്ല, അഭിലാഷമല്ല, അവിടെ മറടക്കാം എന്നുള്ള ചർച്ച വരുന്നു, വീട്ടുവളപ്പിൽ മറടക്കാം എന്നുള്ള ചർച്ച വരുന്നു. അങ്ങനെ 3 കൺഫ്യൂഷൻ വാദങ്ങൾ വന്നപ്പോൾ അവസാനം പിന്നെ തീരുമാനമായത് കണ്ണം പറമ്പിൽ തന്നെ കൊണ്ടുപോയിട്ട് മറടക്കാം എന്നുള്ളതാണ്. പിന്നെ അവിടെ എന്ത് ചെയ്യാണ്, മറടക്കാണ്. അങ്ങനെയുള്ള വലിയ സോഷ്യൽ സർവീസുകളൊക്കെ അത്തരത്തിലുള്ള പണ്ഡിതന്മാർ അല്ലെങ്കിൽ കാരണവന്മാർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. അവരൊക്കെ ഈ മാലയും മൗലൂദും ചൊല്ലിയിരുന്നവരാണ്. അതിലപ്പുറത്തേക്ക് ഒരു യാഥാസ്ഥികത്വം വേറെ ഇല്ലല്ലോ അവരുടെ ഭാഷയിൽ. എനിക്ക് തോന്നുന്നത് ഈ പൊതു ഖബർസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്നത്തെ വലിയ വിവാദങ്ങൾ വായിക്കുമ്പോൾ അന്ന് ഹിമായത്തുൽ ഇസ്ലാം സഭ ചെയ്തൊരു മധ്യസ്ഥത എന്നുള്ളത് വളരെ വലുതാണ്. മറ്റൊരർത്ഥത്തിൽ കേരളത്തിലെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ കേരളത്തിലെ കർമ്മശാസ്ത്ര രംഗത്ത് വലിയ ചർച്ചകൾ അരങ്ങേറിയ ഒരു വിഷയമാണ് കിബില, ഐനുൽ കിബിലയാണോ ജിഹത്തുൽ കിബിലയാണോ എന്നുള്ളൊരു തർക്കം. അതിന് എനിക്ക് തോന്നുന്നത് 1912 മറ്റോ തലശ്ശേരിയിലെ കോട്ടയം ജുമാ മസ്ജിദിൽ വെച്ചിട്ട് മൗനത്തുൽ ഇസ്ലാം സഭയുടെ നേതൃത്വത്തിൽ 2 വിഭാഗത്തെയും വിളിച്ചിരുത്തിയിട്ടുള്ള ഒരു കർമ്മശാസ്ത്ര ചർച്ച വരെ സംഘടിപ്പിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ കൂടി മുസ്ലിമീങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന തലങ്ങളിലേക്ക് ഈ സഭകൾ വളർന്നു എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ ഈ ചരിത്രം പരിശോധിക്കുമ്പോഴൊക്കെയും നമ്മൾ ഈ ഇബ്നു ഖൽദൂന് മുഖദ്ദിമയിലൊക്കെ പറയുന്നത് പോലെ സംഘബോധമില്ലാത്ത മനുഷ്യനുണ്ടാവില്ല. അത് അവൻ്റെ സഹജമായിട്ടുള്ള ഒരു വാസനയാണ് സംഘടിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാലയളവ് നമ്മളിങ്ങനെ കേരളത്തിൽ ഇസ്ലാമിനെ പറയുമ്പോൾ മഖ്ദൂമുമാർ അല്ലെങ്കിൽ നമ്മൾ മാലിക് ബിൻ ദീനാർ നിന്ന് തുടങ്ങുമ്പോൾ പിന്നീട് കോഴിക്കോട് കാളിമാർ, അതേസമയത്ത് വളപട്ടണത്തുള്ള സിദ്ദീഖി കാളിമാർ, പിന്നീട് മഖ്ദൂമുമാർ, പിന്നീട് ഹൽറമി സാദാത്തികൾ വരുന്നു. അതിനുശേഷം ഇവർ മാറ്റി നിർത്തുന്ന സംഘടിതരല്ല എന്ന് കാണിക്കുന്ന ഒരു വലിയൊരു കാലയളവുണ്ട് ഈ ഐക്യസംഘത്തിൻ്റെ ഇടയിൽ. ആ ഒരു കാലയളവിലാണ് കൃത്യമായിട്ട് ഈ സഭകൾ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന സഭകളെ അഡ്രസ്സ് ചെയ്യാതിരിക്കുക എന്നുള്ളത് മറ്റൊരു താല്പര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ സഭകളെയൊക്കെ അതിലൊരു വിഷയം എന്ന് വെച്ചാല് ഒരു കാലത്ത് ഒരു നവോത്ഥാനത്തിന്റെ അവകാശികൾ ഞങ്ങളാണ് എന്ന് പറയുന്ന കാലത്ത് കേരളത്തിന്റെ മുസ്ലിം ചരിത്രം മഖ്ദൂമുമാരെ പോലും രേഖപ്പെടുത്താതെ തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഇവര് മുമ്പിൽ ഈ സഭ അതിനെ ഹൈഡ് ചെയ്യാന്നുള്ള ഒരു സവിശേഷതയുള്ള കാര്യമല്ലല്ലോ. അവർക്കതൊരു പരിചിതമായ ഒരു ചരിത്ര തമസ്കരണമാണത്. എനിക്ക് തോന്നുന്നു ഈ ചരിത്ര തമസ്കരണം തന്നെ ഇത് കേവലം കേരളത്തിലെ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ മിക്ക ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോഴും ഇങ്ങനെയുള്ള ചില ഇടവേളകൾ, ബോധപൂർവമുള്ള ഒഴിവാക്കലുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ പ്രത്യേക താല്പര്യങ്ങളുണ്ട്. ഈ ചരിത്രരചനാശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ അടിസ്ഥാനപരമായിട്ട് പറയുന്ന ഒരു കാര്യം തന്നെ, ഒരു ദർശനം തന്നെ, നമ്മുടെ താല്പര്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങളെ വിലയിരുത്തുക എന്നുള്ളതാണ്. ആ ഒരു അടിസ്ഥാന ദൗത്യത്തിൽ നിന്ന് പോലും ഈ കേരളത്തിലെ ഒരു പുരോഗമന യാഥാസ്ഥിതിക ദ്വന്ദ്വം സൃഷ്ടിച്ച ഒരു പ്രത്യേക വിഭാഗം ചരിത്രകാരന്മാരെ പരാജയപ്പെട്ടു. കാരണം അവർക്ക് അത് പുലർത്താൻ സാധിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് എനിക്ക് തോന്നുന്നു നിലവിൽ പുതിയ കാലത്തെ ഗവേഷകർ അതിനെ കൃത്യമായി ചോദ്യം ചെയ്യുകയും പുതിയ ചരിത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് കേരളത്തിലെ മാത്രം ഒരു പ്രവണതയല്ല, അതിനും അപ്പുറത്ത് ഇത് ആഗോള തലത്തിൽ തന്നെയുള്ള ഇതിൻ്റെ ഒരു സമ്പർക്കങ്ങളെക്കുറിച്ച് പഠിക്കാനും വിവിധ ജ്ഞാനശാസ്ത്രങ്ങളെ കോർത്തിണക്കാനും അതിനുവേണ്ടി തയ്യാറാവുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അവസാനം ഇന്നലത്തെ അഭിലാഷ് മലയിൽ സാറിൻ്റെ സംസാരങ്ങളിലൊക്കെയും അതിൻ്റെ ഒരു വലിയ സൂചനകൾ നമുക്ക് തന്നിട്ടുമുണ്ട്. പാരമ്പര്യത്തെ ഫോളോ ചെയ്യുന്നവർ എന്നുള്ള നിലക്ക് നമ്മൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. ഗവേഷകർ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണത്. ആഗോള ബന്ധം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 900 ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ പണ്ഡിതന്മാർ മക്കയിലേക്ക് പഠനത്തിന് വേണ്ടി പോയിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. കട്ടിലശ്ശേരി ആലി മുസ്ലിയാർ, അതുപോലെ തന്നെ നെല്ലിക്കുത്ത് ആലി മുസ്ലിയാർ, ഇവരൊക്കെ ഹറമിൽ പഠിച്ച ആളുകളാണ്. വലിയ വലിയ സനദ്, സൈനി ദഹ്ലാൻ, യൂസുഫ് നഹബിൻ ഹാനി തങ്ങൾ, ഇങ്ങനെയുള്ള ആളുകൾ പാലക്കോട്ട് മൂസ ഹാജി പോലെയുള്ള ആളുകൾക്ക് അവിടെ നിന്ന് പഠിച്ച ആളുകളാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1927 മക്കയിൽ ജമയ്യത്തുൽ മലബാരിയ എന്ന പേരിലൊരു സംഘടന
കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ, അത് സമീപ പ്രദേശമായ ഐക്കരപ്പടി പുത്തുപ്പാടത്തുള്ള കുഞ്ഞമ്മട്ടി മുസ്ലിയാർ ആണ് അത് രൂപീകരിക്കുന്നത്. അതിൻ്റെ പോസ്റ്റർ, അന്നത്തെ നോട്ടീസ് അടുത്ത ദിവസം എനിക്ക് കിട്ടുകയുണ്ടായി. ഒറിജിനൽ കോപ്പിയാണ്. അപ്പോൾ ഇവരൊക്കെ എത്രത്തോളം കാര്യങ്ങൾ എൻഗേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ദർസി മേഖല, അതുപോലെ അവിടെയുള്ള ഹാജിമാർക്കുള്ള പർണശാലയിൽ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ഒരുക്കേണ്ടത്, സത്രത്തിൽ എന്തൊക്കെ സൗകര്യങ്ങളാണ് ഒരുക്കേണ്ടത്, ഇങ്ങനെയുള്ള ധാരാളം സംഘടനകൾ. ഇപ്പോൾ നമ്മൾ കെ ഇ റുബാത്തിൽ കെട്ടിക്കിടക്കുന്ന ദശക്കണക്കിന് കോടി രൂപയെക്കുറിച്ച് സൗദി സർക്കാരിൻ്റെ തീരുമാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുന്നവരാണ്. അതൊരു യാദൃശികമായ ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചലനങ്ങൾ സംഘടനാ രൂപത്തിൽ തന്നെ വിശുദ്ധ ഹറമുകളിൽ നമ്മളിപ്പോൾ ICF കേൾക്കുന്നുണ്ട്, RSA കേൾക്കുന്നുണ്ട്. അതുപോലെയുള്ള സംഘടനകളാണ് ജമിയത്തുൽ മലബാരി എന്ന് പറയുന്നത് 927 കൃത്യമായി രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നേരത്തെ മഅദിനുൽ ഉലൂം സഭയെക്കുറിച്ച് പറഞ്ഞിരുന്നു. കണ്ണൂർ കോയഞ്ഞിക്ക രൂപീകരിച്ച. അപ്പോൾ ആ സഭയ്ക്ക് കീഴിൽ നമ്മൾ കണ്ട മറ്റൊരു കാര്യം, ഈ സഭകളുടെ കീഴിലുള്ള മദ്രസകൾ, അവക്ക് കീഴിലുള്ള ഒരു മത്സരമാണ്. ആ മത്സരമായിട്ട് ബന്ധപ്പെട്ട് അന്ന് തയ്യാറാക്കിയ ഹിമായത്തുൽ ഇസ്ലാം സഭ നടത്തിയ 1912 ഓഗസ്റ്റ് 11 പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണത്. അതിൻ്റെ കവർ പേജിൽ തന്നെ പറയുന്നത്, കോഴിക്കോട് ഹിമായത്തുൽ ഇസ്ലാം സഭ ഇന്തിശാറുൽ ഇസ്ലാമിൻ്റെ പേരിൽ മീറ്റിങ്ങിൽ വെച്ച് കണ്ണൂർ മഅദിനുൽ ഉലൂം മദ്രസയിൽ നിന്ന് മേപ്പടി മീറ്റിങ്ങിന് വന്നതായ മുത്തഅല്ലിമീങ്ങളിൽ ഒരു വിദ്യാർത്ഥി ഉസൂലുൽ ഇസ്ലാം എന്ന തത്വത്തെ പറ്റി കൊടുത്ത ലെക്ചർ ഇങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. അതിൻ്റെ ഒരു എത്രത്തോളം ആയത്തിൽ സാമൂഹിക ജാഗരണ പ്രവർത്തനങ്ങളിൽ ഇവരൊക്കെ എൻഗേജ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതും അത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു സംജ്ഞയെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ദൈക്ഷണികമായിട്ടുള്ള ഒരു ജാഗ്രതയെ പാരമ്പര്യ മുസ്ലിമീങ്ങൾ കൊണ്ട് നടക്കുമ്പോഴും കൃത്യമായിട്ട് പിന്നെ ലോകത്ത് ഉണ്ടാവുന്ന പുതിയ അപ്ഡേറ്റുകളിലേക്ക് ഉലമാക്കൾ ഉമ്മത്തിനെ നടത്തുന്നുമുണ്ട്. അതിന് പിറകോട്ട് വലിക്കുന്നതേ ഇല്ല, അത് കൃത്യമായിട്ട് നടക്കുന്നുമുണ്ട്. ഉസ്താദ് പറഞ്ഞ ഒരു പോയിന്റിൽ തന്നെ ചിന്തിക്കുമ്പോൾ കേരളത്തിലെ നമ്മുടെ ഈ ദർസി സംവിധാനത്തിൻ്റെ സിലബസ് മാറ്റങ്ങളുടെ ഒരു ചരിത്രം എടുക്കുമ്പോൾ തന്നെ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആഗോള പശ്ചാത്തലത്തിലെ മാറ്റങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ട് തന്നെ നമ്മുടെ നിലവിലെത്തി നിൽക്കുന്ന സിലബസ്, അതുവരെയുള്ള ഒരു സിലബസുകളെ ഇങ്ങനെ പരിശോധിക്കുമ്പോൾ നമ്മൾ ജ്ഞാനശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് ഉള്ളിലുണ്ടായിരുന്ന മാറ്റങ്ങൾ അതിനെ നമ്മളെങ്ങനെ ഉൾക്കൊണ്ടു, നമ്മുടെ ഉലമാക്കൾ അതിനെ എങ്ങനെയാണ് വിഭാവനം ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ബോധ്യം ലഭിക്കുമെന്ന് തോന്നുന്നു. ഇതിൽ നമ്മൾ കരുതുന്ന വലിയ മഹാന്മാർ തന്നെയാണ്. ചാലികലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി റഹ്മത്തുള്ളാഹി അലൈഹി. അവർ ദർസ് സിലബസ് നവീകരിച്ചിട്ടുണ്ട്. ഇത്തരം ചർച്ചകളൊക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഖിബ്ല സംവാദത്തിൽ വിജയിച്ചത് അദ്ദേഹമാണ് എന്നുള്ളൊരു നരേഷനൊക്കെ പലപ്പോഴും സലഫികൾ മുന്നോട്ട് കൊണ്ടുവരാറുണ്ട്. കാരണം ഇവർക്ക് ആ നവോത്ഥാനത്തിന്റെ പാരമ്പര്യധാര, അവരൊരു അസുലുണ്ടല്ലോ, സനത്, അത് മുട്ടിക്കാൻ വേണ്ടിയിട്ട് ചാലികത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പ്രതിഷ്ഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഐനുൽ ഖിബ്ല ജിഹത്തുൽ ഖിബ്ല സംവാദത്തിൽ ബഹുമാനപ്പെട്ട ചാലികത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ് വിജയിച്ചത് എന്ന് പറയുന്നത്. സമസ്ത തന്നെ പിന്നീട് മീൻചന്ത സമ്മേളനത്തിലോ മറ്റോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രമേയം പറയുന്നുണ്ട്. അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ജിഹത്തുൽ ഖിബ്ല നമുക്ക് വിശ്വസിക്കാവുന്ന രൂപത്തിലുള്ളതാണ് എന്ന് സമസ്തയുടെ പ്രമേയത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ വിജയിച്ചത് എന്നുള്ളൊരു നരേഷൻ വരുത്തുന്നത് എന്തിനാ? യഥാർത്ഥത്തിൽ വിജയിച്ചതല്ല, വിജയിച്ചത് എന്നുള്ള നരേഷൻ വരുത്തുന്നത് എന്തിനാ? ഈ സലഫി വ്യാഖ്യാനങ്ങൾക്ക് സാധുത ലഭിക്കാനാണ്. അങ്ങനെ ധാരാളം കാര്യങ്ങൾ അതിൽ പെട്ടത് ഒന്നാണ് ഇംഗ്ലീഷ് പഠനം എന്നുള്ളത്. ഇപ്പോൾ ഒന്നുകൂടി അന്വേഷണം അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ 800കളുടെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലീഷ് പഠിച്ച ധാരാളം ആളുകൾ മലബാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പാങ്കിൽ ഉസ്താദിനെ കുറിച്ച് ഇംഗ്ലീഷ് പഠിച്ചിരുന്നു, അല്ലെങ്കിൽ ഉസ്താമാരെ കുറിച്ചൊക്കെയാണ് അത് പറയാറുള്ളത്, കൈപ്പറ്റ ഉസ്താദിനെ കുറിച്ച് മറ്റൊക്കെയാണ് പറയാറുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരു 800കളുടെ തുടക്കത്തിൽ തന്നെ, അന്വേഷണങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ 800കളുടെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലീഷ് നന്നായിട്ട് സ്ഫുടമായി സംസാരിച്ചിരുന്ന ആളുകൾ മലബാറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത്തരം ചരിത്രങ്ങളെ പലപ്പോഴും ഹൈഡ് ചെയ്യേണ്ടത്, തമസ്കരിക്കേണ്ടത് ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നിലനിർത്തേണ്ടതിന് അത്യാവശ്യമാണ്. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതിൽപ്പെട്ടതൊന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ എന്നാണ് പറയാനുള്ളത്. പുനർവായനകൾ വളരെ അനിവാര്യമാണ് എന്നുള്ളത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ പുരോഗമനവാദികളെ ഏറ്റെടുത്ത പല വ്യക്തികളെയും പുനർവായിച്ചപ്പോൾ മനസ്സിലാവുന്നുണ്ട്. പാരമ്പര്യ രീതിയിൽ തന്നെ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരെ ഇങ്ങനെ ഏറ്റെടുക്കുകയും അവർക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുക്കുകയും മറ്റുള്ളവ ചരിത്രത്തിൻ്റെ ഇരുട്ടിലേക്ക് തമസ്കരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുകയും ചെയ്ത ഒരു പ്രവണതയെ അടുത്ത കാലത്ത് നന്നായിട്ട് ചോദ്യം ചെയ്തിട്ടുണ്ട്. മക്തിത്തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊന്നും കൂടി പരിചിതമായിട്ടുള്ളൊരു ലോകമാണ്. ഈ വ്യത്യസ്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു എന്നതിൻ്റെ പേരിലാണ് മക്തിത്തങ്ങൾ അവർ ആഘോഷിക്കുന്നത്. ശരിക്കും മക്തിത്തങ്ങളുമായിട്ട് സലഫി പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവുമില്ല.
അദ്ദേഹം പാരമ്പര്യ സുന്നിയാണ്. അതുപോലെ തന്നെ സർക്കാർ അനുകൂല നിലപാട് എടുത്തു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ധാരാളം സർക്കാർ അനുകൂല നിലപാട് അന്ന് കാലത്തെ പല പണ്ഡിതന്മാരും എടുത്തിട്ടുണ്ട്, സഭകൾ എടുത്തിട്ടുണ്ട്. കാരണം അതൊരു ഡിപ്ലോമാറ്റിക് മൂവിലൂടെയാണെന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കണ്ടീഷൻ, ഇതുപോലെ ജനാധിപത്യം എന്ന് പറയുന്നത് പോലെ കൃത്യമായ ഒരു സംവിധാനമുള്ള വ്യവസ്ഥകളുള്ള ഒരു ഭരണകൂടമായിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത്തരം നീക്കങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ സലഫികൾ ആഘോഷിക്കുന്ന മറ്റൊരാളാണ് പിന്നെ ഹമദാനി തങ്ങൾ എന്ന് പറയുന്നത്, മാഹീൻ ഹമദാനി തങ്ങൾ, ആലപ്പുഴ. അദ്ദേഹം സംഘടനകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരൊക്കെയാണ് സംഘടനയുടെ പൂർവികർ എന്നൊക്കെയാണ് പറയാറ്. അത് വഖഫ് മൗലവിയുടെ സംഘടനകളെ കുറിച്ചൊക്കെ പറയാറുണ്ട്. എന്നാൽ ഞാൻ ഇപ്പം ഈ നേരത്തെ വായിച്ച ലെക്ചറുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ തന്നെ പറയുന്ന ഒരു പേരുണ്ട്, ഇന്തിഷാറുൽ ഇസ്ലാം എന്ന്. അതൊരു സംഘടനയാണ്. ഖാൻ ബഹദൂർ മുത്തുക്കോയ തങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഘടനയാണ്. 1912 ഇന്തിഷാറുൽ ഇസ്ലാം കോഴിക്കോട് പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിനേക്കാൾ മുമ്പ് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഹിമായത്തുൽ ഇസ്ലാം ആദ്യത്തെ സംഘടന എന്ന് പോലും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അന്വേഷണങ്ങൾ കൃത്യമായിട്ട് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ഹിമായത്തുൽ ഇസ്ലാം സഭയിൽ 1899 രൂപീകൃതമായി. 91 അതിലേക്ക് വേറൊരു സംഘടന ലയിക്കുന്നുണ്ട്, ധർമ്മ തരക എന്നാണ് അതിന്റെ പേര്. കോഴിക്കോടുള്ള മറ്റൊരു സംഘടനയാണ്, അതിന്റെ പേര് ധർമ്മ തരക എന്നാണ്. ആ സംഘടന പിന്നീട് ഹിമായത്തുൽ ഇസ്ലാം സഭയിൽ ലയിക്കാൻ ചെയ്യുന്നത്. പിന്നെ അവരോട് സംയുക്തമായിട്ട് ഒരേ ലക്ഷ്യത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നു. ഈ സംഘടന എന്നാണ് രൂപീകൃതമായതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോഴേ നമുക്ക് ഇത്രയും ജനകീയമായി ആ പേര് തന്നെ നോക്കി, ധർമ്മ തരക, മലയാളത്തിലുള്ള തികച്ചും സംസ്കൃത മലയാളത്തിലുള്ള ഒരു ടേമാണത്. അപ്പൊ അത്തരം ടേമുകളൊക്കെ ഉപയോഗിച്ച് തന്നെ അവർ സംഘടനകൾ ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെയൊക്കെ മുന്നിലുണ്ടായിരുന്ന അക്കാലത്തെ പണ്ഡിതന്മാരാണ്, ഖാദിമാരാണ്, തങ്ങന്മാരാണ്. അതുപോലെ തന്നെ മഅൂനത്തുൽ ഇസ്ലാം സഭയുടെ രൂപീകരണ കാലത്തിൽ 300ഓളം പണ്ഡിതന്മാരും തങ്ങന്മാരും സംഗമിച്ചു എന്നാണ് പൊന്നാനിയിൽ. അപ്പൊ അങ്ങനെയാണ് അവർ സംഘടനയൊക്കെ രൂപീകരിക്കുന്നത്. അത് ഓരോ ഹിദായത്തുൽ മുസ്ലിമീൻ സഭയുടെയും അതുപോലെ തന്നെ കണ്ണൂർ ഖുവത്തുൽ ഇസ്ലാം, അതുപോലെ ഇങ്ങനെ തുടങ്ങി ധാരാളം സഭകളുണ്ട്. മറ്റൊന്ന് നമ്മൾ മനസ്സിലാക്കണം, കോയഞ്ഞിക്ക തന്നെ അത് മൗലൽ ബുഖാരി തങ്ങളുടെ മക്കാമിന്റെ സമീപത്തൊരു സ്കൂളുണ്ട്. അടുത്ത് പോയപ്പോൾ അവിടെ കണ്ട ഒരു കാര്യമാണ്. 1892 മറ്റോ സ്ഥാപിതമായ ഗേൾസ് സ്കൂൾ എന്നാണ്. അത് ഗേൾസ് സ്കൂളായിട്ട് പിന്നീട് പരിവർത്തിതമായതായിരിക്കാം. പക്ഷെ അന്നേ ഇത്തരം സംവിധാനങ്ങളൊക്കെ വ്യവസ്ഥാപിതമായി അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അതും എവിടെയാണ്? മൗലൽ ബുഖാരി തങ്ങൾ. ഇവർ തികച്ചും യാഥാസ്ഥികത്വം കുടികൊള്ളുന്നു എന്ന് പറയുന്ന മക്ബറയുടെ തൊട്ടുചാരയാണ് ഇങ്ങനെ ഒരു സ്കൂള് സ്ഥാപിക്കുന്നത്. അത് പിന്നീട് ഈ രൂപത്തിലേക്ക് വനിതാ വിദ്യാഭ്യാസത്തിന് വലിയ പങ്ക് നൽകുന്ന ഒരു രൂപത്തിലേക്ക് മാറുന്നത്. അവരുടെ പ്രവർത്തനങ്ങൾ, ഈ സഭകളുടെ, കേരള പാരമ്പര്യ മുസ്ലിങ്ങളുടെ സംഭാവനകൾ എത്രത്തോളം വലുതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ ഏറ്റവും വലിയൊരു സന്ദേശം എന്നുള്ളത് നമ്മുടെ ചരിത്രത്തെ നമ്മൾ തന്നെ അന്വേഷിച്ചിറങ്ങുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും നമ്മുടെ നാടുകളിലെ ആർക്കൈവുകളിൽ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഇന്നലകളുടെ കൃത്യമായിട്ടുള്ള ചിത്രം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ ദൗത്യ നിർവഹണത്തിലേക്ക് നമ്മുടെ ഗവേഷണങ്ങൾ എത്തിപ്പെടട്ടെ എന്നുള്ള ഒരു പ്രത്യാശയാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. നമുക്ക് അവസാനിപ്പിക്കാം. അതോടൊപ്പം ഇൻട്രാക്ഷനുള്ള സമയം, കുറഞ്ഞ സമയം വേണമെങ്കിൽ നൽകാം. പല വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് എന്നറിയിച്ചുകൊണ്ട് പ്രത്യേകം പറയാനുള്ളത്, നമ്മൾ നിരന്തരമായി പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. ഞങ്ങൾ ഈ പറഞ്ഞതുപോലും ഒരു കൺക്ലൂഷൻ അല്ല. ഇനിയും ധാരാളം പഠിക്കാനുണ്ട് മുമ്പിൽ. ധാരാളം ഡോക്യുമെന്റുകൾ ഉണ്ട്. ഓരോ മേഖലകളിലും ഡോക്യുമെന്റ് നമുക്ക് ലഭിക്കും. അത്തരത്തിലുള്ള കീവേഡ്സുകൾ കണ്ടെത്തി മുന്നോട്ട് പോവുക, അന്വേഷണങ്ങളെ കൂടുതൽ വികസിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ ദഅവത്ത് എന്ന് പറയുന്നത്. അസ്സലാമു അലൈക്കും. അപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, ഓത്തുപള്ളികളിലൊക്കെ സ്ത്രീ വിദ്യാഭ്യാസത്തിനെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നു, സ്ത്രീകളായ അധ്യാപികമാരെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അടുത്ത കാലത്ത് വളരെയധികം വിമർശനം ഉന്നയിച്ച ഒരു വിഷയമാണ് സമസ്ത ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എഴുത്ത് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അതിന് യാഥാർത്ഥ്യമുണ്ട്, അതിൻ്റെ വസ്തുത എന്താണെന്ന്? നമ്മൾ ഓരോ കാലത്തെയും വായിക്കേണ്ടത് അതത് കാലത്തിനനുസരിച്ചാണ്. ഇന്ന് കാണുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ട്, അത് വെച്ചിട്ട് നമ്മൾ അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ വിലയിരുത്തുമ്പോൾ ചിലപ്പോൾ അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അതാണ് എഴുത്തിൻ്റെ കാര്യത്തിലും എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അന്ന് വിദ്യാഭ്യാസത്തിൽ ചിലപ്പോൾ എത്രത്തോളം എഴുത്തിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് കൂടി പരിശോധിച്ച ഈ ചോദ്യത്തിന് നമുക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള ധാരാളം ഘടകങ്ങളുണ്ട്. മറ്റൊന്ന്, ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു ഉസ്താദന്മാരുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു എഡ്യൂക്കേഷണൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഈ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് പല രൂപത്തിലാണ്. ഇപ്പം നമ്മൾ ബഹുമാനപ്പെട്ട AP ഉസ്താദിൻ്റെ ഉസ്താദായ ഷെയ്ഖ് ഹസൻ നസറത്ത്
അദ്ദേഹത്തിന്റെ സ്മരണിക വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഹസൻ ഹസ്രത്തിന്റെ പ്രധാന അധ്യാപക എന്ന് പറയുന്നത് ഉസ്താദിന്റെ ഉമ്മ തന്നെയാണ്. പല കിതാബുകൾ ഓതി കൊടുക്കുന്നുണ്ട്. അതുപോലെ തട്ടാങ്കര കുട്ടിയാ മുസ്ലിയാരെ കുറിച്ച് നമ്മൾ അറിയും. അവരുടെ മകൾ ഖദീജ, പിന്നെ അത് പാനായിക്കുള അബ്ദുറഹ്മാൻ മുസ്ലിയാർക്ക് വിവാഹം ചെയ്തു കൊടുത്തു. പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന പേരിലാണ് പിന്നീട് അദ്ദേഹം അറിയപ്പെടുന്നത്. അപ്പോൾ വ്യാപകമായ പഠനങ്ങൾ ഉണ്ടായിരുന്നു. എഴുത്തുകൾ ഉണ്ടോ എന്ന് കൂടുതൽ പരിശോധിക്കേണ്ടതാണ്. സമസ്ത അത് ഖിലാഫുൽ ഔലയായിട്ടാണ് പറയുന്നത്. ഖിലാഫുൽ ഔലയായിട്ടാണ് സമസ്ത അത് പറയുന്നത്. ഹറാം എന്നൊക്കെ ഉള്ളത് പിന്നീട് വരുന്ന വ്യാഖ്യാനങ്ങളാണ്. 929 അൽബയാനിലാണ് ആ ഒരു പരാമർശം ഉള്ളത്. അപ്പോൾ ഏതായാലും അതിൻ്റെ സാങ്കത്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നതോടൊപ്പം തന്നെ സാമൂഹികമായ സോഷ്യലായിട്ടുള്ള ഒരു സർക്കംസ്റ്റാൻസസ് കൂടി നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു വസ്തുത വെച്ച് അതിനെ ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഫത്വകളെയൊക്കെ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ഫത്വകളെ വായിക്കുമ്പോൾ ഒന്നുകൂടി സൂക്ഷ്മാർത്ഥത്തിലുള്ള സൂക്ഷ്മതയുടെ ഒരു രീതിശാസ്ത്രം നമ്മുടെ പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു ഫത്വ കൊടുത്തത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയിൽ ഈ സൂക്ഷ്മതയുടെ ഒരു സാധ്യത അന്ന് പിന്നെ ഒരു സുഹൃത്ത് പങ്കുവെക്കുകയുണ്ടായി. ഞാനൊരു ഫൈനൽ കൺക്ലൂഷനായി പറയുന്നതല്ല. ഒരു സൂക്ഷ്മത എന്നുള്ളത് നമുക്ക് അവിടെയും കാണാൻ സാധിക്കും. അതേ സമയത്ത് തന്നെ പണ്ഡിതന്മാർ വനിതകളെ പഠിപ്പിക്കുന്നതും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും കാണാൻ സാധിക്കും. ഒരുപക്ഷെ ഈ ഫത്വ ചോദിച്ച അല്ലെങ്കിൽ ഈ പ്രമേയം പാസ്സാക്കാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് ഒന്ന് പരിശോധിച്ചാൽ മാത്രമാണ് അതിനൊരു ഫൈനൽ ഉണ്ടാവും തോന്നുന്നത്. പിന്നെ നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഇതിനെ വിമർശിക്കുന്ന ആളുകൾ ഒരു കാലത്ത് സ്കൂൾ പോലും കത്തിക്കാൻ എല്ലാ പ്രേരണയും കൊടുത്തിട്ടുണ്ട്. വക്കമൗലവിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹമാണ് ശരിക്കും എന്ത് ചെയ്തത്, സ്കൂളിൽ എല്ലാ ജാതിയിലും പെട്ട വിദ്യാർത്ഥികൾ ഒരുമിച്ച് പഠിക്കുന്നവരെ ചാട്ടവാറ് കൊണ്ട് അടിക്കണം എന്ന് എഴുതിയ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരാണ് വക്കമൗലവി എന്ന് പറയുന്നത്. സമസ്തയുടെ ഒക്കെ പ്രമേയം വരുന്നതിന് മുമ്പാണ്, 1905. അത് അന്നത്തെ ദിവാൻ ദളിത് വിദ്യാർത്ഥികൾക്കും അല്ലാത്തവർക്കും ബ്രാഹ്മണന്മാർക്കും എല്ലാ ജാതിക്കാർക്കും ഒരേ സ്കൂളിൽ പ്രവേശനം കൊടുക്കുക. അപ്പൊ അതിനെതിരെ ആര് എഡിറ്റോറിയൽ എഴുതാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അതിന്റെ അന്നത്തെ പത്രാധിപരാരാണ്? അതിനെല്ലാ സപ്പോർട്ടും കൊടുക്കുന്ന ആരാണ്? ഇപ്പൊ രസം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ഒരു 10 വർഷം മുമ്പ് ഉള്ള വക്കം മൗലവിയുടെ ജീവചരിത്ര കഥകളിലൊക്കെ അത് വലിയ ഐതിഹാസികമായ മുന്നേറ്റമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പൊ പുതിയ ഇറങ്ങിയ ചരിത്രങ്ങളിലൊന്നും അത് കാണാൻ പറ്റൂല. കാരണം സമൂഹം അത്തരം വിഷയങ്ങളൊക്കെ അന്വേഷിച്ച് പുറത്തിട്ടു. എന്തിനാണ് ദിവാൻ രാമകൃഷ്ണ പിള്ളയെ ന്യായീകരിച്ചത്, എതിർത്തത്, അല്ലെങ്കിൽ നാട് കടത്തിയത്? അത് മാത്രമല്ല, ആ ദിവാന് പിന്നീട് സ്വീകരണം കൊടുക്കുന്ന ആരാണ്? ആ പ്രയോഗം തന്നെ, അദ്ദേഹം ഉപയോഗിച്ച പ്രയോഗം തന്നെ വളരെ വംശീയാണ്. എനിക്ക് തോന്നുന്ന പ്രയോഗം കാളയെയും കുതിരയെയും ഒരേ നുഖത്തിൽ കെട്ടാനൊക്കുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് തോന്നുന്നുണ്ട്. നമ്മളിന്ന് വളരെ നവോത്ഥാന നായകനായി പറയുന്ന ഒരു സ്വദേശാഭിമാനി ബാലകൃഷ്ണ പിള്ളയാണ് ഈ സംഭവം വളരെ ജാതി അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്തുന്നത് എന്നുള്ളതാണ്. ജാതിയൊക്കെ ഇപ്പൊ ചർച്ച നാഷണൽ പൊളിറ്റിക്സിലും അല്ലാതൊക്കെ ചർച്ച നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ മൃഗങ്ങളിൽ ഓരോ സ്പീഷീസ് ഉണ്ട്, അതിനോട് തുല്യമാണ് ഇവിടെയുള്ള ജാതികൾ എന്നാ പറയുന്നത്. മനുഷ്യ ഒറ്റ സ്പീഷീസാണ്, ഹോമോസാപ്പിയൻസ് ആണ്. അത് ഇങ്ങനെ നിറത്തിൻ്റെയും ജാതിയുടെയും വീടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ മൃഗങ്ങളിലെ കഴുത പോലെ, കുതിര പോലെ, കാള പോലെ എന്നൊക്കെ പറഞ്ഞ് എത്ര വലിയ വിഡിത്താണ് അവരൊക്കെ എഴുന്നള്ളിച്ചിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ പറഞ്ഞു കേരളത്തിൽ നിന്നൊക്കെ ഹജ്ജിന് പോകുന്ന സമയത്ത് ബോംബെയിലേക്കല്ല കൊൽക്കത്തയിലേക്കാണ് പോയിരുന്നെന്നുള്ളത്. അത് യഥാർത്ഥത്തിൽ നിങ്ങളിൽ നിന്ന് കേട്ട ഒരു ഇൽമാണ്. ഇപ്പോൾ പൊതുവെ നമ്മൾ കേൾക്കുന്നത് ഒരു സാധനം ബോംബെയിൽ തന്നെ ഇറങ്ങി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ യാഥാസ്ഥികത മനസ്സിലാക്കാൻ എന്താണ് വായിക്കേണ്ടത്? കാരണം ഇപ്പോൾ നമ്മൾ MGSൻ്റെ ഒരു പുസ്തകം വായിച്ചാൽ MGS ഒരാളെ കുറിച്ച് വിമർശിച്ച് എഴുതിയ സാധനക്കാരും നമ്മൾ അതെവിടെയെങ്കിലും പ്രതിപാദിച്ചാൽ പിന്നെ MGSനെ വിമർശിക്കാൻ വേറെ പുസ്തകം ഇറങ്ങും, ഇല്ലെങ്കിൽ അതിന് വേറെ മറുപടി നമുക്ക് പറഞ്ഞുതരും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെ പഠിക്കാനുള്ള സോഴ്സ് എന്താണ്? മറ്റൊരു ചോദ്യം, നമ്മൾ കേട്ടുകൊണ്ടുള്ള ചരിത്ര പഠനത്തിനാണോ അതല്ല ലിഖിത രൂപത്തിലുള്ള ചരിത്ര പഠനത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്? നമ്മുടെ ഉമ്മമാരിൽ നിന്ന്, വലിയുമ്മമാരിൽ നിന്നൊക്കെ കേൾക്കുന്ന ഒരു തരം ചരിത്രം, അതല്ല പേര് മാത്രം അറിയുന്ന, അതല്ലെങ്കിൽ കൂടുതലായിട്ടൊന്നും അറിയാത്ത ഒരു വിഭാഗം ആളുകൾ എഴുതി വെച്ച ചരിത്രം, ഇത് ഏത് പഠനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്നത് കൂടെ വിശാലമാണ്. നമ്മൾ ഇന്ന് കാണുന്ന ചരിത്രം എന്ന് പറഞ്ഞാൽ ആളുകൾ പറയും കുറേ പുസ്തകം വായിക്കുക, വിവരങ്ങൾ അന്വേഷിക്കുക, അല്ലെങ്കിൽ അതിനെ പരിഹസിച്ചൊക്കെ രൂപത്തിലുള്ള സംസാരമായിരിക്കും ഉണ്ടാവാം. എന്നാൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ പല രൂപത്തിലുണ്ട്.
ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ഒരു മാവുണ്ട്. അപ്പോൾ ഈ മാവിൻ്റെ ഒരു പഴക്കം അന്വേഷിച്ചിട്ട് ഇതിൻ്റെ ഒരു സറൗണ്ടിങ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തീരങ്ങൾ, ഇപ്പോൾ കാർബൺ ഡേറ്റിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫറൂഖ് ടിപ്പുവിൻ്റെ കോട്ടയിൽ GPR സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ കാലപ്പഴക്കങ്ങളും അവിടെയുള്ള പുരാവസ്തുക്കളുടെ പഴക്കമൊക്കെ നിർണ്ണയിക്കുന്നത്. GPR എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം പഠനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ കൊൽക്കത്തയിലേക്ക് പോവുക എന്നുള്ളത് അത് ഒരു 30 വർഷത്തെ സംഭവമാണത്. ബോംബെയിലേക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. കാരണം നമുക്ക് ഭൗമശാസ്ത്രപരമായി ജോഗ്രഫിക്കലായിട്ട് കോഴിക്കോട് നിന്ന് ബോംബെയിലേക്കാണ് ഒരർത്ഥത്തിൽ എളുപ്പമുള്ളത്. കൊൽക്കത്തയിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വളഞ്ഞു പോവേണ്ട വഴികളുള്ള ഏരിയയാണ്, ദുർഘടമായ ഒരു ഏരിയയാണ്. അപ്പോൾ അന്ന് പോയിരുന്നത് ഒരു 30 വർഷത്തെ ചരിത്രമാണ് അതിൽ കാണുന്നത്. നമുക്കത് സഭാ ചരിത്രങ്ങൾ അഥവാ ഹിമായത്തുൽ ഇസ്ലാം സഭയുടെ, മൗനത്തുൽ ഇസ്ലാം സഭയുടെ റെക്കോർഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്നാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ കാലിക്കറ്റ് ആർക്കൈവ്സിലൊക്കെ അത്തരം ധാരാളം റെക്കോർഡ്സുകളുണ്ട്. അത് അന്വേഷിച്ച് കണ്ടെത്താനുള്ള, പഠിക്കാനുള്ള ശ്രമങ്ങളാണ് പുതിയ കാലത്തെ പഠിതാക്കളിൽ നിന്ന് ഉണ്ടാവേണ്ടത്. ഒരുപക്ഷെ അക്കാലഘട്ടത്തിലുണ്ടായ പ്രകൃതിക്ഷോഭങ്ങൾ, സുനാമികൾ, ഇപ്പോൾ നമ്മൾ വെള്ളപ്പൊക്കപ്പാട്ടുകൾ പോലെ ഈ അടുത്ത് ഇഹ്സാനുൽ ഇത്തിസാമിൻ്റെ ഒക്കെ സ്റ്റഡി വന്നിരുന്നല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന സുനാമി എങ്ങനെയാണ് കോഴിക്കോട് അത് എഫക്റ്റ് ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ പറയണ്ടല്ലോ. അതുപോലെ എന്തെങ്കിലും കാരണങ്ങളാവാം. നിങ്ങൾ ചോദിച്ച രണ്ടാമത്തെ ഒരു ചോദ്യത്തിന് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമുള്ളത്, ഒന്ന്, ചരിത്രത്തിൽ ആരും ഫൈനലല്ല എന്നുള്ളതാണ്. എപ്പോഴും തിരുത്തപ്പെടാം. നമ്മൾ കേരളത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണ് അതിൻ്റെ തെളിവ് പറഞ്ഞാൽ, MGS നാരായണൻ പറഞ്ഞു എന്നുള്ളതാണ് ഒരു കാലഘട്ടം വരെ തെളിവുണ്ടായിരുന്നത്. ഞാൻ അദ്ദേഹത്തെ വിമർശിക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ സംഭാവനകളെ വിസ്മരിക്കുകയല്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില, എനിക്ക് തോന്നുന്നു രണ്ടാം ചേര സാമ്രാജ്യം പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള ഒരു പരികൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കേരളത്തിലെ മുസ്ലിം ചരിത്രത്തെ അദ്ദേഹം വല്ലാതെ വളച്ചൊടിച്ചിട്ടുണ്ട്. അദ്ദേഹം മാടായിപ്പള്ളിയിലെ ലിഖിതം നേരിട്ട് കാണാതെയാണ് മാടായിപ്പള്ളിയിലെ ലിഖിതത്തെക്കുറിച്ച് അദ്ദേഹം തൻ്റെ ഗവേഷണ പ്രബന്ധത്തിൽ സംസാരിക്കുന്നത്. അദ്ദേഹം ഈ അടുത്ത കാലഘട്ടത്തിൽ, എനിക്കൊന്നൊരു 10 വർഷത്തിൻ്റെ ഇടയിലാണ് അദ്ദേഹം മാടായിപ്പള്ളിയിലെ ലിഖിതം നേരിട്ട് കാണുന്നത്. അങ്ങനെ അദ്ദേഹം പിന്നെ അവലംബിക്കുന്നത് അന്നത്തെ ബ്രിട്ടീഷ് റെക്കോർഡ്സാണ്. ബ്രിട്ടീഷ് റെക്കോർഡ്സ്, അദ്ദേഹം അവലംബിക്കുന്ന ബ്രിട്ടീഷ് റെക്കോർഡ്സ് അതിനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് വില്യം ലോഗണ് മലബാർ മാനുവൽ എഴുതാനും ഉപയോഗപ്പെടുത്തുന്നത്. പക്ഷേ അദ്ദേഹം, ഈ വില്യം ലോഗണും ഈ രണ്ടുപേരും ഉദ്ധരിക്കുന്ന ബ്രിട്ടീഷ് റെക്കോർഡ്സിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയുന്നത്, ഇതൊന്നും ഞാൻ നേരിട്ട് കണ്ടിട്ട് തയ്യാറാക്കിയതല്ല, എനിക്ക് കിട്ടിയ വാമൊഴിയായി കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പുസ്തകം തയ്യാറാക്കിയത് എന്നുള്ളതാണ്. ആ പുസ്തകത്തെയാണ് MGS നാരായണൻ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സോഴ്സിൽ തന്നെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ സജീവമായിട്ട് ഇതിൻ്റെ ചർച്ചകളുടെ ഒരു സർക്കിളുകൾ എത്തിപ്പെടുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഇപ്പോൾ നിലവിലുള്ള ഗവേഷകരുമായിട്ട് കൂടുതൽ സമ്പർക്കത്തിൽ ഏർപ്പെടുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ, പുതിയ പ്രവണതകൾ, പുതിയ വായനകൾ നമുക്ക് ലഭിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഏത് മിഥ്യാഗോപുരങ്ങളും മറിഞ്ഞു വീഴാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.